മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു പ്രതിഭാസമാണ് മഴ. ചിലർക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് മഴ ബുദ്ധിമുട്ടാവാറുണ്ട്. ഭൂമിയിലെ മനോഹരമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണിത്. എന്നിരുന്നാലും നമ്മൾ പണ്ട് മുതൽക്കേ കേട്ട് കേൾവിയുള്ളൊരു കാര്യമാണ് മഴ നനഞ്ഞാൽ പനി വരും എന്നുള്ളത്. ചെറുതായിട്ട് എങ്ങാനും അറിയാതെ മഴ എങ്ങാനും കൊണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് തലയൊക്കെ തോർത്തി രാസ്നാദി പൊടിയൊക്കെ തേച്ച് അപ്പോൾ പനി വരില്ല എന്നുള്ളൊരു അങ്ങനൊരു വിശ്വാസമുണ്ട്. തലയിലൂടെ വെള്ളം ഇറങ്ങിയിട്ടാണ് നമുക്ക് പനി വരുന്നത് എന്നുള്ളൊരു പണ്ട് മുതലേ ഉള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ അതല്ല, അതിനെ ഈ മഴ നനഞ്ഞാൽ എങ്ങനെ പനി വരുന്നു എന്നുള്ളത് അതൊരു ചെറിയൊരു ശാസ്ത്രീയമായിട്ടുള്ള ചെറിയൊരു കാര്യമുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. എല്ലാവരും മഴ നനഞ്ഞിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എല്ലാവരും മഴ നനയേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ മഴ നനഞ്ഞാൽ എങ്ങനെയാണ് പനി വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? അപ്പോൾ അത് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ നമ്മുടെ തലയോട്ടി, ത്വക്ക് ഇതെല്ലാം നല്ല കട്ടിയുള്ളതാണ്. അങ്ങനെ മഴ നനഞ്ഞത് കൊണ്ടൊന്നും മാത്രം ഇതിലൂടെ വെള്ളം ഇറങ്ങാൻ അത്രയ്ക്ക് തിന്നല്ല, അത്രയും കട്ടിയുള്ളൊരു സംഭവമാണ് നമ്മുടെ തലയോട്ടിയും സ്കിന്നും ഒക്കെ. അപ്പം അതിലൂടെ തലയിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് അല്ല നമുക്ക് പനി വരുന്നത്. അതിന് പ്രധാനമായിട്ടും 3 റീസണാണ് ഉള്ളത്. ഇതിൽ ഒന്നാമത്തെ റീസൺ അന്തരീക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റാത്തതായിട്ട് ധാരാളം ബാക്ടീരിയ, വൈറസ് ഇതെല്ലാം ഉണ്ട്. ഇത് മഴ നമ്മൾ നനയുമ്പോൾ നമ്മുടെ തൊലിപ്പുറത്തേക്ക് വന്ന് പതിക്കുന്നു. പക്ഷേ ഇങ്ങനെ പതിച്ചതുകൊണ്ട് മാത്രം നമുക്ക് പനി വരില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ അതിലൂടെ വൈറസ് ഉള്ളിൽ കയറാം. അതുപോലെ തന്നെ വായിലൂടെ കയറാം, കണ്ണിലൂടെ വൈറസ് അകത്ത് കയറാം. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ പനി ഉണ്ടാവുന്നത്. മഴ നനഞ്ഞാൽ ബാക്ടീരിയ ഇങ്ങനെ മുറിവിലൂടെ ഉള്ളിൽ പ്രവേശിക്കുന്നത്. ഇനി ഈ പറയുന്ന രണ്ടാമത്തെ റീസണാണ് മിക്കവർക്കും മഴ നനഞ്ഞു കഴിഞ്ഞാൽ പനി ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണമായി വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ നന്നായി മഴ നനയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ താപനില കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രക്തക്കുഴലുകളെല്ലാം അങ്ങ് ചുരുങ്ങും. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആക്റ്റീവ് അല്ലാതെ ഒളിഞ്ഞു കിടക്കുന്ന എല്ലാവിധ വൈറസുകളും ആക്റ്റീവാകും. അങ്ങനെ വരുമ്പോൾ കുറച്ച് ഡേയ്സ്, ഒരു 7 ദിവസത്തോളം നമുക്ക് പനി ഉണ്ടാവുന്നു. നോർമലായിട്ടുള്ളൊരു പനിയാണിത്. ഇത് വളരെ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറാവുന്നേ ഉള്ളൂ. ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെയോ അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല ഈ പനി. ഇത് ഇങ്ങനെ ശരീരത്തിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും വൈറസുകളുണ്ട്. ആക്റ്റീവ് അല്ലാതെ അതവിടെ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മഴ നനഞ്ഞ് നല്ലവണ്ണം നമ്മുടെ ശരീര താപനില അങ്ങ് കുറഞ്ഞു പോകുമ്പോഴത്തേക്കും അതൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ തന്നെ നടക്കുന്നൊരു പ്രോസസ്സാണ്. അതൊട്ടും പ്രശ്നമല്ല. പിന്നെ ഇത്തരത്തിലുള്ള പനികൾ യാതൊന്നും പേടിക്കേണ്ടതൊന്നുമില്ല. റെസ്റ്റ് എടുത്താൽ ഒരാഴ്ചക്കകം മാറാവുന്നേ ഉള്ളൂ. ടെമ്പറേച്ചർ കൂടുതലുണ്ട്, അതുപോലെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്, ഇത് ശ്രദ്ധിക്കണം. ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണേണ്ടതുണ്ട്. പിന്നെ മഴ നനഞ്ഞിട്ട് ഇങ്ങനെ ഒരു ജലദോഷം, ഇങ്ങനെ ഒരു പനി, ഇങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുക. അല്ലാതെ ഡോക്ടറെ കാണാതെ തന്നെ മാറാവുന്നേ ഉള്ളൂ. പോഷകാഹാരങ്ങൾ കഴിക്കുക. ചൂട് കഞ്ഞിയൊക്കെ കുടിക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ എത്രയും വേഗം ദഹിക്കുന്ന ആഹാരങ്ങൾ കഴിക്കുക. ഈ സമയത്ത് തനിയെ മാറിക്കൊള്ളും. ഒരു 5-7 ഡേയ്സ് കൊണ്ട് പനി മാറും. അത്യാവശ്യമാണെങ്കിൽ മാത്രം, ഇങ്ങനെ ഹീറ്റൊക്കെ കൂടുകയെന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടറെ കാണാം. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടാമത്തെ റീസണിൽ പനി വരുന്നത്. ശരീര താപനില കുറയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ശരീരത്തിലെ വൈറസുകളെല്ലാം ഒന്ന് ആക്റ്റീവ് ആകുന്നു. ഇതാണ് രണ്ടാമത്തെ റീസൺ. ഇനി മൂന്നാമത്തെ റീസൺ, ഇതാണ് പ്രധാനപ്പെട്ട ഒരു റീസൺ. എന്താണെന്ന് വെച്ചാൽ പുതുമഴ നനഞ്ഞ് പനി വന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴും കേട്ട് കഴിവുള്ളൊരു കാര്യമാണ്. പുതുമഴ നനയുമ്പോൾ എങ്ങനെയാണ് പനി വരുന്നതെന്നുള്ള അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി മൂന്നാമത് പറയുന്നത്. നമ്മുടെ ഭൂമിയിലും പ്രതലത്തിലും എല്ലാം ധാരാളം പൂപ്പലുകളുണ്ട്, രോഗകാരികളായ പൂപ്പലുകളുണ്ട്. അപ്പോൾ മഴ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ പൂപ്പലുകളെല്ലാം മുകളിലേക്ക് ഉയരും. അതിപ്പം മഴ നനഞ്ഞില്ലെങ്കിലും കൂടി മഴ തുടങ്ങുമ്പോഴേ ചിലർക്ക് ജലദോഷം ഉണ്ടാകുന്നതിൻ്റെ റീസൺ അതാണ്. മഴ നനയേണ്ട ആവശ്യമില്ല. മഴ നനയാതെ തന്നെ ഈ പൂപ്പലുകൾ മുകളിലേക്ക് ഉയരും. നമ്മളത് ശ്വസിക്കാനിടയായാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പനി ഉണ്ടാകും. അത് അലർജി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പൂപ്പലുകളാണ്.
ഈ ഒരു കാരണം കൊണ്ടാണ് അത് മഴ നനഞ്ഞില്ലെങ്കിലും നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ ജലദോഷം, തുമ്മൽ, അലർജി ഇതെല്ലാം ഉണ്ടാകും. അതാണ് പുതുമഴ വരുമ്പോൾ ചിലർക്ക് ജലദോഷം ഉണ്ടാകുന്നത് കേട്ടോ. അങ്ങനെ ഈ മഴ നനയാൻ ആഗ്രഹം ഉണ്ടായിട്ടും പേടിച്ച് പനി വരുമെന്ന് പേടിച്ചിരിക്കുന്നവർ നനഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. അത് ശരീരം ചെറുതായിട്ടൊന്ന് പ്രതികരിക്കുന്നതാണ്, ഒരു കുഴപ്പമില്ല. അത് റെസ്റ്റ് എടുത്താൽ നമുക്ക് മാറാവുന്നേ ഉള്ളൂ. എപ്പോഴും പനി വരണമെന്നും ഇല്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, സി യു.